കമലേഷ്, ഇതാ 5 ലക്ഷം വീടുകൾ പൂർത്തിയാകുന്നു. സമാനതകളില്ലാത്ത പദ്ധതി അത് പൂർണ്ണമായും യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഒരു കുറച്ചു നാളുകൾ കൂടി കഴിഞ്ഞാൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയതുപോലെ ഭവനരഹിതർ ഇല്ലാത്ത കേരളം എന്ന വലിയ സ്വപ്നം നമ്മൾ യാഥാർത്ഥ്യമാക്കിയെടുക്കും, അല്ലേ? മനു, തീർച്ചയായും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അല്ലെങ്കിൽ ഒരു ഇടത് സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായും അതിൻ്റെ ഒരു പൂർത്തീകരണം സാധ്യമാകും എന്ന നിലയിലേക്ക് തന്നെയാണ് നിലവിൽ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളതാണ്. ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അഭിമാനകരമായ ഈ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനങ്ങൾ, അതായത് രണ്ടാം പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നേട്ടങ്ങളുടെ കൂട്ടത്തിൽ എടുത്തു പറയാൻ കഴിയുന്ന ഒരു ഏറ്റവും വലിയൊരു നേട്ടമായി ഈ ലൈഫ് ഭവന പദ്ധതികളുടെ ഈ 5 ലക്ഷം വീടുകളുടെ പൂർത്തീകരണം, അതിൻ്റെ പ്രഖ്യാപനം നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ചില ആളുകൾ നമ്മുടെ നാട്ടിൽ വീടില്ലാത്ത ആളുകളായിട്ട് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നുള്ളത് തന്നെയാണ് നേരത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. ഒരാൾ പോലും വീടില്ലാത്ത ഒരാൾ പോലും സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല. മുഴുവൻ ആളുകൾക്കും അത്തരത്തിൽ വളരെ സുരക്ഷിതമായി ഒരു കൂരയ്ക്ക് കീഴിൽ കിടന്നുറങ്ങാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകണം. അതിനുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇത്രയും വലിയ, മനു സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധിയായ പ്രതിബന്ധങ്ങൾ ഇതിൻ്റെ ഭാഗമായി മുന്നിലുണ്ടായിരുന്നു. അതിൽ പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങൾ, ഈ മറ്റ് പ്രളയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായി വന്നു. അതിനെല്ലാം അതിജീവിക്കാൻ കഴിഞ്ഞു. കോവിഡിനെ അതിജീവിക്കാൻ കഴിഞ്ഞു. UDF വലിയ നിലയിലേക്ക് ഇതിന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന നിലയിലേക്കുള്ള ഇടപെടൽ UDFിൻ്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിനെയും അതിജീവിക്കേണ്ടി വന്നു, അതിജീവിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെയാണ് മനു നേരത്തെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, കേന്ദ്ര സർക്കാർ ഈ ഫണ്ട് നൽകണമെങ്കിൽ അതിൽ നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും പേര് ആലേഖനം ചെയ്ത് വീടുകളുടെ മുറ്റത്ത് തൂക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നേരത്തെ വന്നു. പക്ഷേ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകില്ല എന്ന് നിസ്സംശയം സംസ്ഥാന സർക്കാർ പറയുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരു തരത്തിലും ഇത് ആരുടെയെങ്കിലും പദ്ധതിയായി അല്ലെങ്കിൽ ഈ വീട്ടിനകത്ത് ജീവിക്കുന്ന ആളുകളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന നിലയിലേക്ക് ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. ഇത് അവരുടെ സ്വന്തം വീട് എന്ന നിലയിലേക്ക് തന്നെ അവർക്ക് കരുതി ജീവിച്ചു പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. അത് അവിടെ സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ പേരോ ലോഗോയോ അടിച്ച് വെക്കുന്ന നിലയിലേക്കുള്ള ഒരു ഇടപെടൽ, അതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നില്ല എന്ന മറുപടിയാണ് കേന്ദ്രത്തിന് സംസ്ഥാനം അന്ന് നൽകുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ പേരിൽ ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടുകൾ സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടി വന്നു കേന്ദ്രത്തിൽ നിന്നും എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കേണ്ടതുണ്ട്. ഏതായാലും വലിയ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഭവനരഹിതരില്ലാത്ത കേരളം എന്നത് തന്നെയാണ് ഈ ഇടത് സർക്കാരിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് സർക്കാർ പോകുന്നത്. ആ പോക്കിന് വേഗം കൂട്ടുന്നതാണ് ലൈഫ് ഭവന പദ്ധതി, അതിൻ്റെ ഈ 5 ലക്ഷം വീടുകളുടെ പൂർത്തീകരണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും 11 മണിക്ക് ഇന്ന് മുഖ്യമന്ത്രി ഈ കരകുളം പഞ്ചായത്തിലെ കോമളകുമാരി എന്നയാളിൻ്റെ വീട് അവർക്ക് ലഭിച്ച ഈ ലൈഫ് ഭവന പദ്ധതിയോട് ലഭിച്ച വീടിൻ്റെ പാലുകാച്ചലിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ്. മറ്റു മന്ത്രിമാരും എല്ലാം തന്നെ അതിൻ്റെ ഭാഗമായി പങ്കെടുക്കുകയാണ്. 4 മണിക്കാണ് ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അതിൻ്റെ അധ്യക്ഷനാവും. മറ്റു മന്ത്രിമാരെല്ലാം തന്നെ അതിൻ്റെ ഭാഗമായി ആ പരിപാടിയിൽ പങ്കെടുക്കും. VD സതീശനും, പ്രതിപക്ഷ നേതാവ് VD സതീശനും ആ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഇടത് സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ടേം അവസാനിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പ്രഖ്യാപിക്കാൻ ഒരുപാട് സമയമില്ല. അടുത്ത മാസത്തോടു കൂടി തന്നെ ഒരുപക്ഷെ അതിൻ്റെ പ്രഖ്യാപനം ഉൾപ്പെടെ വരികയാണ്. അങ്ങനെയെങ്കിൽ ഈ അവസാന നാളുകളിൽ ഏറ്റവും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു ഇടപെടലായി ഈ ലൈഫ് ഭവന പദ്ധതി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഒരു സംസ്ഥാന സർക്കാർ ആദ്യഘട്ടത്തിൽ ഉദ്ദേശിച്ച അതിൻ്റെ ഒരു ആഗ്രഹ പൂർത്തീകരണം കൂടിയാണ്. അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഈ ലൈഫ് ഭവന പദ്ധതിയുടെ അതിൽ അപേക്ഷിച്ച് കാത്തിരുന്ന ആളുകൾക്കെല്ലാം തന്നെ ആ വീട് ലഭിക്കുന്നു, യാഥാർത്ഥ്യമാകുന്നു ആ പദ്ധതി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനു. ഓക്കെ, താങ്ക് യു കമലേഷ്. ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും മനോഹരമായ ഒരു വാർത്തയുടെ തുടക്കം ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ ഒരു വലിയ അഭിമാനത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്.